है नगीना केरला है कई अशियाई नादिर का खजीना केरള. കേരളത്തെ പറ്റി അതിമനോഹരമായി ഈ കവിത എഴുതിയത് ആരാണെന്നറിയാമോ? കേരളത്തിലെ ഉറുദുവിന്റെ പിതാവായ സർവർ സാബാണ് ഈ കവിത എഴുതിയത്. ഇന്നത്തെ വീഡിയോ സർവർ സാബിനെ കുറിച്ചാണ്. സർവർ സാബിന്റെ ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. जो कोई आता है सरवर केरला में एक बार वो बुला सकता नहीं इसकी फिजाए खुशगवार. जो कोई आता है सरवर केरला में एक बार वो बुला सकता नहीं इसकी फिजाए खुशगवार. सरवर साहब एक शायर ही नहीं बल्कि एक अजीमुशान मुबल्लिग और बाकमाल मुअल्लिम उर्दू की हैसियत से भी मशहूर व मारूफ हैं. സർവർ സാബ് കവി മാത്രമല്ല, മികച്ച ഭാഷാ പ്രചാരകനും കഴിവുറ്റ അധ്യാപകൻ കൂടിയായിരുന്നു. उन्होंने रियासत केरला में उर्दू जबान व अदब के जो बाग लगाए थे आज वह सरसब्ज व शादाब होके फल फूल रहे हैं और पूरी रियासत में उर्दू की एक खुशबू फैल रही है. കേരള സംസ്ഥാനത്ത് അദ്ദേഹം നട്ടുനനച്ചു വളർത്തിയ ഉറുദുവിന്റെ പൂന്തോപ്പ് ഇന്ന് പച്ച പിടിച്ച് പൂത്തൊലഞ്ഞു നിൽക്കുന്നു. सरवर साहब की पैदाइश 1916 ईस्वी को तृश्शूर जिले के काटूर में हुई. 1916 തൃശൂർ ജില്ലയിലെ കാട്ടൂരിലാണ് സർവർ സാബ് ജനിച്ചത്. उनका नाम सैयद मोहम्मद और सरवर तखल्लुस था. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് മുഹമ്മദ് എന്നും തൂലികാ നാമം സർവർ എന്നുമായിരുന്നു. इब्तिदाई तालीम के बाद उर्दू से दिलचस्पी पैदा हुई तो बेंगलुरु चले गए. वहाँ मौलवी हबीबुल्ला से उर्दू में महारत हासिल करते रहे. बेंगलुरु के मुशायरों में भी शिरकत करते रहे. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉറുദു പഠിക്കാനുള്ള താൽപര്യത്താൽ ബാംഗ്ലൂരിലേക്ക് പോയി. മൗലവി ഹബീബുള്ളയിൽ നിന്നും ഉറുദുവിൽ പ്രാവീണ്യം നേടിയതിനോടൊപ്പം കവിയരങ്ങുകളിലും പങ്കെടുത്തു. सरवर साहब ने सबसे पहले तलशेरी ब्रिनन हाई स्कूल में उर्दू टीचर की हैसियत से खिदमत अंजाम दी. ആദ്യമായി തലശ്ശേരി ബ്രിന്നൻ ഹൈസ്കൂളിൽ ഉറുദു അധ്യാപകനായി സേവനം ആരംഭിച്ചു. जब वो तलशेरी में मुअल्लिम थे इस वक्त वो सियासी लीडरों से मुलाकात करके उर्दू की तरक्की और फरोग के लिए हुकूमत पर जोर देते रहे. തലശ്ശേരിയിൽ നിന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഉറുദുവിന്റെ പുരോഗതിക്ക് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. उसका नतीजा था कि उर्दू हायर और लोअर के सर्टिफिकेट कोर्स शुरू करने के लिए केरला यूनिवर्सिटी राजी हो गई. അതിന്റെ ഫലമായി കേരള യൂണിവേഴ്സിറ്റി ഉറുദു ലോവർ ഹയർ എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ തയ്യാറായി. फिर सरवर साहब तलशेरी से मलपुरम हाई स्कूल में आए और साथ साथ
उन्होंने मलपुरम में उर्दू क्लास भी शुरू की। ये सिलसिला बढ़ता रहा, फिर चिराग से चिराग जलते रहे और कारवां बनता गया। सरवर साहब एक बाकमाल मुअल्लिम साबित हुए हैं। സർവർ സാബ് കയ്യൂറ്റ അധ്യാപകൻ കൂടിയായിരുന്നു. तकरीबन 50-60 साल पहले उन्होंने टीचर के मेंटर होने की बात पर जोर दिया था और उस पर अमल भी करते रहे। अपने शागिर्दों से करीबी रिश्ता कायम रखना और उनकी हर छोटी बड़ी बातों पर और करना जरूरी समझते थे। ഏകദേശം 50 വർഷം മുൻപ് അദ്ദേഹം അധ്യാപകൻ മെന്റർ ആകേണ്ടതിൽ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. തന്റെ ശിഷ്യന്മാരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സർവർ സാഹിബ് അവരുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി. उस जमाने में उर्दू क्लब की सरगर्मियां उन्होंने शुरू की थी। मुख्तलिफ जलसे वगैरह मुनअकिद किया करते थे। उस वक्त के मशहूर अदीब व शायर और उलमा बुलाए जाते थे। ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഉറുദു ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രശസ്തരായ സാഹിത്യകാരന്മാരെയും കവികളെയും പണ്ഡിതന്മാരെയും ക്ഷണിക്കുകയും ചെയ്തിരുന്നു. सरकारी मुलाजिमत से सबक दोष होने के बाद भी वो मुख्तलिफ इदारों में उर्दू पढ़ाते रहे। जिंदगी के आखिरी लम्हा तक पेशे मुअल्लिम उर्दू की खिदमत अंजाम देते रहे। സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അദ്ദേഹം പല സ്ഥാപനങ്ങളിലും ഉറുദു പഠിപ്പിച്ചു കൊണ്ടിരുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഉറുദു അധ്യാപകനായി സേവനം തുടർന്നു. सरवर साहब के शागिर्दों की फहरिस्त बहुत लंबी है। एसईआरटी के साबिक रिसर्च ऑफिसर एन मोहिद्दीन कुटी साहब के उस्ताद भी थे। वो अपने उस्ताद को इस तरह याद करते हैं। സർവർ സാഹിബിന്റെ ശിഷ്യ പരമ്പര വളരെ വലുതാണ്. സർവർ സാഹിബിന്റെ ശിഷ്യനും പ്രസിദ്ധ ഉറുദു കവിയും കേരള SCRT മുൻ റിസർച്ച് ഓഫീസറുമായ എൻ മൊയ്തീൻ കുട്ടി സർ സർവർ സാഹിബിനെ ഇങ്ങനെ ഓർക്കുന്നു. ഞാൻ മലപ്പുറം ഹൈസ്കൂളിലാണ് പഠിച്ചത്. അന്ന് 5, 6, 7 ക്ലാസ്സുകളിൽ ഉറുദു പഠിപ്പിച്ചത് സയ്യിദ് മുഹമ്മദ് സർവർ സാഹിബായിരുന്നു. തുടർന്ന് 8, 9, 10 ക്ലാസ്സുകളിലേക്ക് സർവർ സാഹിബിൻ്റെ തന്നെ ശിഷ്യനായ പി മൊയ്തീൻകുട്ടി മാഷാണ് ഉറുദു അധ്യാപകനായിട്ട് വന്നത്. സർവർ സാഹിബ് ഒരു കവി എന്നതിലുപരി നല്ലൊരു അധ്യാപകൻ കൂടിയായിരുന്നു. ഇന്ന് ക്ലബ്ബ് പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായ ഒരു കാലമാണ്. പക്ഷെ അന്ന് മലപ്പുറം ഹൈസ്കൂളിൽ ഉറുദു അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. ഒരിക്കൽ ഡോക്ടർ സയ്യിദ് കുദറത്തുള്ള സാഹിബാണ് ഉറുദു അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയത്. ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു ഉറുദു അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. അന്ന് സർവർ സാഹിബ് നിർബന്ധിച്ച് എന്നെ കൊണ്ടൊരു പ്രസംഗം ചെയ്യിക്കുകയുണ്ടായി. സർവർ സാഹിബ് ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നപ്പോൾ റിട്ടയർ ചെയ്യുകയും തുടർന്ന് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം നിലനിന്നിരുന്നു. പലപ്പോഴും ഞാൻ ഉറുദു അധ്യാപകനായതിനു ശേഷവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. 2001 ഞാൻ SCRTയിൽ ഉറുദു റിസർച്ച് ഓഫീസറായി നിയമിക്കപ്പെട്ടതും ഉറുദുവിൽ എഴുതി തുടങ്ങിയതും കൊച്ചു കൊച്ചു കവിതകൾ എഴുതാൻ ഒക്കെയുള്ള എല്ലാ പ്രചോദനവും സത്യത്തിൽ സർവർ സാഹിബിൽ നിന്നായിരുന്നു എന്ന് പറയും. സർവർ സാഹിബിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പി മൊയ്തീൻകുട്ടി മാഷ്, ഉറുദു ലവേഴ്സ് അസോസിയേഷൻ്റെ PA മജീദ് സാഹിബ്, മലപ്പുറം ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അബൂബക്കർ മാഷ്, ഹുസൈൻ മാഷ്, പട്ടർകട മുഹമ്മദ് കുട്ടി മാഷ്, മരിച്ചുപോയ എഞ്ചിനീയർ കുട്ടിയസൻ സാഹിബ് തുടങ്ങി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. എനിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയ 2 വരി കവിതകൾ കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. आसमाने अदब में रोशन रहा ये आफताब, आज कल भी मिल रही है रोशनी की आबोताब. आसमाने अदब में रोशन रहा ये आफताब, आज कल भी मिल रही है रोशनी की आबोताब.
आज रंगीन गुल खिले हैं, बाग भी खानदान है, बागबां खुश है कहीं और, याद आए वो शफा। आज की महफिल गरम है, हर कहीं गजलों की धुन है, एक सरवर था यहाँ जो के सुखन बर लाजवाब। आपका बहुत बहुत शुक्रिया। सरवर साहब मारूफ और मकबूल शायर थे। बच्चों का रिसाला आंझा, हमारी जबान, मिल्लत और फूल वगैरह रिसालों में सरवर साहब के मज़ामीन और शायरी शायर होते रहे। സർവർ സാബ് പ്രസിദ്ധ കവിയായിരുന്നു. വ്യത്യസ്ത ഉറുദു മാസികകളിൽ അദ്ദേഹത്തിന്റെ കവിതകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു. उन्होंने कई मलयालम कहानियों का उर्दू में तर्जमा भी किया। पोनकुन्नम वर्की, पोनिकर राफी, एम.टी. वासुदेवन नायर व चंद मलयालम अदीबों के नाम यहाँ काबिले जिक्र हैं। മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരായ പൊൻകുന്നം വർക്കി, എം.ടി. വാസുദേവൻ നായർ, പോനിക്കര റാഫി എന്നിവരുടെ കഥകൾ അദ്ദേഹം ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തി. अरमान केरला और नवाए सरवर उनकी शायरी के दो मजमुआ कलाम हैं। അർമാനെ കേരള, നവായെ സർവർ എന്നിവ അദ്ദേഹത്തിന്റെ രണ്ട് കാവ്യ സമാഹാരങ്ങളാണ്. रियासत केरला पर सरवर साहब लिखी गई नज़म काफी मशहूर है। കേരളത്തെ പറ്റി സർവർ സാബ് എഴുതിയ കവിത വളരെ പ്രസിദ്ധമാണ്. हिंद की अंगुश्तरी का है नगीना केरला, है कई अशियाए नादिर का हसीना केरला, होशे फिल फिल का हर दाना है हीरे की कली, हर कदम महताज जिसका जिस पे शेदा हर गनी, हिंद की अनगुश्तरी का है नगीना केरला। क्या हंसी रंगों की मैं शिष्य का जो मैं या, कोई उजला कोई पीला और कोई अलगवान, नारियल के पेड़ सब बांधे गड़े हैं इस तरह, ईदगाहों में हो सफ बस्ता नमाज़ी जिस तरह, हिंद की अनगुश्तरी का है नगीना केरला, है कई अशिया है नादिर का हसीना केरला। सरवर साहब के अंदर एक किसान था। उन्होंने रियासत केरला के खास पल नारियल का जिक्र अपनी शायरी में इस तरह किया। സർവർ സാബ് കർഷക മനസ്സിന്റെ ഉടമസ്ഥൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതയിൽ നാളികേരത്തെ പറ്റി ഇങ്ങനെ പറയുന്നു. नारियल के पेड़ सब बांधे गड़े हैं इस तरह, ईदगाहों में हो सफ बस्ता नमाज़ी जिस तरह। സർവർ സാഹിബിന്റെ കവിതകളിൽ ഇക്ബാലിന്റെ കവിതകളുടെ സ്വാധീനം പ്രകടമാണ്. इकबाल ने अपनी वालिदा मरहूमा की मौत पर मरसिया लिखा तो सरवर साहब ने उसके तकलीद में अपनी वालिदा की याद को ताज़ा रखने के लिए आह अम्मा लिखा। സർവർ സാബ് തന്റെ ഉമ്മയുടെ വേർപാടിൽ ആ അമ്മാം എന്ന കവിത എഴുതി.
ये क्यों छोड़ कर चली बेटी के दिल को किस लिए यूं तोड़ कर चली क्यों इतनी जल्द मुझसे मोड़ कर चली लखते जिगर का शीशा दिल फोड़ कर चली दुनिया मेरी उजड़ गई ताराज हो गई फिर ना खुलेगी आँख तू नींद सो गई प्यारा था मैं तेरा। सरवर साहब की अदबी खिदमात पर हिंदुस्तान की मुख्तलिफ यूनिवर्सिटियों में तहकीक की गई है। मशहूर मुहक्किक डॉक्टर शमसुद्दीन सर के कौल पर हम और करें। അദ്ദേഹത്തിന്റെ സാഹിത്യ സേവനങ്ങളെ കുറിച്ച് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്ത ഉറുദു ഗവേഷകൻ ഡോക്ടർ ഷംസുദ്ദീൻ സാർ സർവർ സാഹിബിനെ പറ്റി ഇങ്ങനെ ഓർക്കുന്നു. मुहिबान उर्दू आदाबर्स SM सरवर साहिब सैयद मोहम्मद सरवर साहिब हमारे केरला के बाबाए उर्दू हैं। SM सरवर केरला के वाहिद उर्दू शायर हैं जिन्होंने 2 शेरी मजमूए शाये किए, अरमगान केरला और नवाए सरवर। केरला में उर्दू की तरक्की और तरवीज में SM सरवर साहब ने जो रोल अदा किया है, बेशक उनकी मेहनत का फल जो है आज हम खा रहे हैं। आज केरला में 2000 के करीब उर्दू असातिज़ा हैं। ये SM सरवर साहब की बदौलत ही है। किसी ज़माने में केरला में सिर्फ 7 स्कूलों में उर्दू पढ़ाई जाती थी। किसी ज़माने में मेरा मतलब है 1960-65 तक, और आज 2000 के करीब हमारे उर्दू असातिज़ा हैं। सरवर साहब तन तन्हा एक तहरीक बनकर केरला में उर्दू की तरक्की और तरवीज के लिए मेहनत किए और आखिरी दम तक उसके लिए कोशां रहे। SM सरवर साहब खुद एक उर्दू उस्ताद भी थे। आज हम उर्दू असातिज़ा, आज हमारे केरला में लाखों की तादाद में उर्दू तालिबे इल्म तलबा उर्दू की तालीम हासिल कर रहे हैं, और हम असातिज़ा उर्दू की तालीम दे रहे हैं, मुदर्रिसी का काम कर रहे हैं। ये सब सरवर साहब के बदौलत ही है। बेशक केरला में मुहिबान उर्दू, केरला के मुहिबान उर्दू और उर्दू सीखने, उर्दू पढ़ने, उर्दू की मुदर्रिसी करने वाले स्कूल हो, कॉलेज हो, यूनिवर्सिटी हो, तमाम लोगों को हमेशा सरवर साहब का शुक्रगुजार रहना चाहिए, जिनकी बदौलत आज केरला में उर्दू पनप रही है। शुक्रिया। सैयद मोहम्मद सरवर साहब रियासत केरला में उर्दू जबान व अदब की तरक्की व तरवीज के सिलसिले में जो खिदमात अंजाम दी हैं वो नाकाबिले फरामोश हैं। एक अदीब, शायर, शेदाए उर्दू और हर दिल अजीज मुअल्लिमे उर्दू की हैसियत से सैयद मोहम्मद सरवर साहब का नाम रियासत केरला की तारीख में सुनहरे हुर्फों से लिखा जाएगा। ഉറുദു ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടി സർവർ സാഹിബ് ചെയ്ത സേവനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പ്രശസ്ത സാഹിത്യകാരൻ, കവി, ഉറുദു പ്രചാരകൻ, കൈവുറ്റ അധ്യാപകൻ എന്നീ നിലകളിൽ സർവർ സാഹിബിന്റെ നാമം കേരള ചരിത്രത്തിന്റെ താളുകളിൽ എന്നും തങ്കലിപികളാൽ എഴുതപ്പെടുന്നതാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും